നമസ്തേ. ആരൊക്കെയാണ് ഭഗവാന്റെ സവിധത്തിലേക്ക് എത്തപ്പെടുന്നവർ? അല്ലെങ്കിൽ ഭഗവാനെ ദർശിക്കുവാനും ഭഗവത് കടാക്ഷം നേടുവാനും ആരൊക്കെയാണ് എത്താൻ സാധ്യതയുള്ളത്? നമ്മളോട് ആരോടെങ്കിലും ഈ ചോദ്യം ചോദിച്ചാൽ ആരൊക്കെയാണ് ഈശ്വരൻ്റെ അരികിലേക്ക് എത്താൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ ഒരു ഉത്തരമൊക്കെ പറയും. പക്ഷേ ആ പറയുന്ന ഉത്തരം എത്രത്തോളം കൃത്യതയുള്ളതാണ് എന്ന് നമ്മൾക്ക് യാതൊരു ഉറപ്പുമില്ല. അത് പലപ്പോഴും തെറ്റാകാം. കാരണം നമ്മൾ ഈശ്വരൻ്റെ അരികിലേക്ക് എത്തുന്നു എന്ന് കരുതുന്ന പലരും എത്താറേ ഉണ്ടാവില്ല. ഇനിയും ഈശ്വരൻ്റെ അരികിലേക്ക് എത്താൻ സാധ്യതയില്ല എന്ന് നമ്മൾ കരുതുന്ന പലരും നിരന്തരം എത്താനുള്ള സാധ്യതയുമുണ്ട്. നമ്മളുടെ കണക്കുകൂട്ടലുകളും അഭിപ്രായങ്ങളും എത്ര കൃത്യതയില്ലാത്തതാണെങ്കിലും തന്നെ ആരൊക്കെയാണ് കാണാൻ വരുന്നത്, അല്ലെങ്കിൽ തൻ്റെ അരികിലേക്ക് ആരൊക്കെയാണ് എത്തുന്നത് എന്ന് ആ സർവേശ്വരൻ കൃത്യമായി തന്നെ ഭഗവത്ഗീതയിൽ എത്രായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. തന്നെ ദർശിക്കാൻ വരുന്നവരെ ഭഗവാൻ 4 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിച്ചത് ഈ വിഭാഗത്തിൽ നമ്മളുടെ സ്ഥാനം എവിടെയാണ് എന്നൊന്നറിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾക്ക് കൂടുതൽ ഉത്തമമായ സ്ഥാനത്തിലേക്ക് ഉയരുവാനോ, അതുമല്ല എങ്കിൽ ഇനി അത്രയും എനിക്ക് വേണ്ട, അതിൻ്റെ താഴേക്ക് പോയാൽ മതി എന്ന് സ്വയം തീരുമാനിച്ച് നമ്മുടെ പ്രവർത്തനത്തെ ക്രമപ്പെടുത്തുവാനും അതിലൂടെ ഈശ്വര കടാക്ഷം നേടുവാനും ഗുണമായി മാറിയേക്കാം. അതുകൊണ്ട് ഭഗവാൻ തന്നെ കാണാൻ വരുന്ന 4 വിഭാഗങ്ങളായി പറഞ്ഞിട്ടുള്ളത് ആരൊക്കെയാണ് എന്നൊന്നറിയാം. ആദ്യമായി ഭഗവാൻ പറയുന്നത് എന്നെ കാണാൻ വരുന്നതിൽ 1ാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർ ആർത്തന്മാരാണ്, 2ാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർ അർത്ഥാർത്ഥികളാണ് എങ്കിൽ 3ാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരെ ഭഗവാൻ വിളിക്കുന്നത് ജിജ്ഞാസു എന്നാണ്. അതിനുമപ്പുറം 4ാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരെ ഭഗവാൻ വിളിക്കുന്നത് ജ്ഞാനി എന്നാണ്. അപ്പോൾ ആരാണ് ആർത്തൻ, ആരാണ് അർത്ഥാർത്ഥി, ആരാണ് ജിജ്ഞാസു, ആരാണ് ജ്ഞാനി? ഇതറിഞ്ഞാലല്ലേ നമ്മൾ നിലവിൽ എവിടെയാണ് എന്നറിയുവാനും മാറ്റം വരുത്തുവാനുമുള്ള ശ്രമം നമുക്ക് നടത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഭഗവാന്റെ അഭിപ്രായത്തിൽ ആദ്യമേ സൂചിപ്പിച്ച ആർത്തനെ നമ്മൾക്കൊന്നറിയാം. തൻ്റെ എല്ലാവിധമായ സങ്കടങ്ങളും പരിഹരിക്കുവാൻ, അത് ശാരീരികമാകട്ടെ, രോഗപീഡകളിൽ നിന്നുള്ള മുക്തിയാകട്ടെ, മാനസികമായ സംഘർഷങ്ങളാകട്ടെ, എന്തുമായിക്കോട്ടെ, തൻ്റെ എല്ലാവിധമായ സങ്കടങ്ങൾക്കുമുള്ള പരിഹാരമായി സർവേശ്വരൻ്റെ കടാക്ഷത്തെ കണ്ടുകൊണ്ട് താൻ അനുഭവിക്കുന്ന സർവ്വ സങ്കടങ്ങളും പരിഹരിക്കുവാൻ വേണ്ടി ഭഗവാന്റെ കൃപ ഏതൊരുവനാണോ നേടുവാൻ ആഗ്രഹിക്കുന്നതും അതിലൂടെ തൻ്റെ സർവ്വവിധമായ സങ്കടങ്ങളിൽ നിന്നും മുക്തിയെ നേടണം എന്ന് ചിന്തിച്ച് ഭഗവത് സമീപത്തിലേക്ക് എത്തുന്നവൻ, അതൊരുപക്ഷെ താൽക്കാലികമാകാം, ലൗകികപരമാകാം, എന്തായാലും തൻ്റെ നിലവിലെ സങ്കടങ്ങൾക്ക് പരിഹാരമുണ്ടാകാനുള്ള ഒരാശ്രയ കേന്ദ്രമായി ആ ഈശ്വരനെ കണ്ടുകൊണ്ട് ഭഗവത് സവിധത്തിലേക്ക് എത്തുന്നവരെ ഭഗവാൻ വിളിച്ച പേരാണ് ആർത്തൻ. അങ്ങനെയെങ്കിൽ 2ാമത്തെ വിഭാഗം ആരാണ്? അർത്ഥാർത്ഥി. ലൗകിക സുഖഭോഗ ആസക്തിയെ വർദ്ധിപ്പിക്കുന്നതിനും സ്വത്തും സമ്പത്തും സർവ്വവിധമായ സമൃദ്ധിയും കരഗതമാക്കി ഒരു പക്ഷേ അയലത്തുവാസിയേക്കാൾ കൂടുതൽ സ്വത്ത് സമ്പത്തും തനിക്ക് നേടണമെന്നുള്ള ചിന്തയാകാം, അല്ലെങ്കിൽ എൻ്റെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങളും ഒക്കെ മാറി ഐശ്വര്യത്തോളം ഞാൻ കഴിയണമെന്നുള്ള ചിന്തയാകാം, സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിൽ വസിക്കണമെന്നുള്ള ചിന്തയാകാം. എന്തായാലും സർവ്വവിധമായ സുഖഭോഗങ്ങളും ലൗകികപരമായ ആസക്തികളുടെയും പൂർണ്ണതയ്ക്കായി ആ സർവേശ്വര കൃപ കൊണ്ട് തീർച്ചയായും നേടാൻ കഴിയും എന്ന ചിന്തയോടുകൂടി സർവേശ്വരനെ ശരണമായി കണ്ടുകൊണ്ട്, ആശ്രയമായി കണ്ടുകൊണ്ട് ഏതൊരുവനാണോ ഭഗവാനെ സമീപിക്കുന്നത് ആ വിഭാഗത്തെ ഭഗവാൻ വിളിച്ച പേരാണ് അർത്ഥാർത്ഥി എന്ന്. അങ്ങനെയെങ്കിൽ 3ാമത്തെ വിഭാഗത്തിൽ ആരാണ് ഉൾപ്പെട്ടത്? ജിജ്ഞാസു. ഈ ജിജ്ഞാസു എന്ന് പറയുന്നത് അറിയുവാനുള്ള ത്വരയുള്ളവൻ, താല്പര്യമുള്ളവൻ, അറിവിനെ കരഗതമാക്കണം എന്ന ചിന്തയുള്ളവൻ. ഞാൻ അറിഞ്ഞിരിക്കുന്നത് ശരിയാണോ? ആരാണ് ഈശ്വരൻ? ആരാണ് ഞാൻ? എന്താണ് ബ്രഹ്മം? എന്നിൽ എവിടെയാണ് ബ്രഹ്മം? ജ്ഞാനവും ബ്രഹ്മവുമായിട്ടുള്ള ബന്ധമെന്ത്? ഇത്യാദി കാര്യങ്ങളും. ഇനിയും സാധാരണ തലത്തിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ജിജ്ഞാസുക്കളാണ്. ക്ഷേത്രത്തിൽ പോകുന്നത് പോലും ചിലർ ക്ഷേത്രത്തിൽ പോകുന്ന അവിടെ ആരൊക്കെ വരുന്നു എന്നറിയുവാനുള്ള ജിജ്ഞാസ കൊണ്ടാണ്. ഇനിയും വരുന്നവരെ ഏതൊക്കെ രീതിയിലാണ് വരുന്നത്, എത്ര മണിക്കാണ് വരുന്നത്, ഇത്യാദി ജിജ്ഞാസയോടുകൂടി പോകുന്നവരും ഉണ്ടാകാം. ഏതായാലും ഭഗവാൻ സൂചിപ്പിച്ച ജിജ്ഞാസ അതല്ല. സർവേശ്വരനെ അറിയുവാനും സർവേശ്വരൻ്റെ സാമീപ്യത്തെ മനസ്സിലാക്കുവാനും, സർവേശ്വരൻ എന്നൊന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് എവിടെയാണ്, എങ്ങനെയാണ്, എന്തിനാണ് എന്ന് സ്വയം അന്വേഷിച്ചറിയാനുള്ള താല്പര്യത്തോടുകൂടി, വ്യഗ്രതയോടുകൂടി ഭഗവാനെ അറിയുവാനായി ശ്രമിക്കുന്നവൻ, അവനെ ഭഗവാൻ വിളിച്ച പേരാണ്, അല്ലെങ്കിൽ ആ വിഭാഗത്തിനെ ഭഗവാൻ വിളിച്ച പേരാണ് ജിജ്ഞാസു എന്ന്. എങ്കിൽ 4ാമത്തെ വിഭാഗമായി ഭഗവാൻ പറയുന്നത് ആരെയാണ്? ജ്ഞാനി.
ഈശാവാസ്യമിതം സർവം യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ എന്ന് പറയുകയല്ല, പ്രാവർത്തികമാക്കുകയും അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രവൃത്തിയിലൂടെ ലോകത്തിനെ ഉന്നതിയിലേക്ക് എത്തിക്കുവാനും പരിപൂർണമായ ഈശ്വര സാക്ഷാത്കാരത്തിലൂടെ പരമപദ പ്രാപ്തി, അതായത് മുക്തി അല്ലെങ്കിൽ മോക്ഷത്തെ നേടുവാനുമുള്ള ലക്ഷ്യത്തോടു കൂടി ഭഗവാന്റെ സമീപത്തേക്ക് എത്തുന്ന വിഭാഗത്തെ ആ സർവേശ്വരൻ വിളിച്ച പേരാണ് ജ്ഞാനി എന്ന്. ഒരു പക്ഷേ ഭഗവാനെ കാണാനെത്തുന്നവരിൽ ബഹുഭൂരിപക്ഷവും ആർത്തനോ അല്ലെങ്കിൽ അർത്ഥാർത്ഥിയോ ആയിരിക്കും. അതിനേക്കാൾ കുറവായിരിക്കും ജിജ്ഞാസുക്കളുടെ എണ്ണം. അതിലും വളരെ വളരെ കുറവായിരിക്കും ജ്ഞാനിയുടെ എണ്ണം. കാരണം അവർ ആഗ്രഹപ്രാപ്തിക്ക് വേണ്ടിയിട്ടല്ല എത്തുന്നത്. സർവേശ്വരൻ്റെ മായയാണ്, സർവേശ്വരൻ്റെ പരീക്ഷണമാണ്, സർവേശ്വരൻ്റെ കരങ്ങളിലെ ഉപകരണമാണ് ഞാൻ. അതുകൊണ്ട് ഈ സർവേശ്വരൻ എനിക്ക് തന്ന ഈ വേഷം കൃത്യതയോടുകൂടി പൂർത്തീകരിച്ച് ജനന മരണങ്ങളെ മറികടന്ന് ആ സർവേശ്വരനിൽ തന്നെ അലിഞ്ഞു ചേർന്നു സർവേശ്വരൻ്റെ അംശമായി അഹം ബ്രഹ്മാസ്മി എന്ന തലത്തെ പുൽഗണം പ്രാപിക്കണം എന്ന ചിന്തയെ കൈമുതലാക്കി ആ തലത്തിലേക്ക് എത്താൻ വേണ്ടി സ്വയം വർത്തിക്കുന്നവരാണ് ജ്ഞാനികൾ. അപ്പോൾ ഈ 4 വിഭാഗമാണ് സർവേശ്വരനെ ദർശിക്കുവാനും സർവേശ്വര കൃപ നേടുവാൻ വേണ്ടിയും എത്തുന്നവർ. അതുകൊണ്ട് നമ്മൾ നിലവിൽ എവിടെയാണ്? ആർത്തനിലാണെങ്കിൽ അവിടെ നിൽക്കാതെ അവിടെ നിന്ന് ഉയർന്ന് ആർത്ഥാർത്ഥിയിലേക്കും, അവിടെയും നിൽക്കാതെ അവിടെ നിന്ന് ഉയർന്ന് ജിജ്ഞാസുവിലേക്കും, അവിടെയും നിൽക്കാതെ അവിടെ നിന്ന് ഉയർന്ന് ജ്ഞാനിയിലേക്കും എത്തണം എന്നതാണ് ആ സർവേശ്വരൻ കാക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. കാരണം അതിനുള്ള ബുദ്ധിയും അതിനുള്ള മാനസികമായ പക്വതയും വിൽപ്പവറും ആ സർവേശ്വരൻ ആവോളം നമ്മൾക്ക് തരുന്നുണ്ട്. പക്ഷേ ഈ പ്രകൃതിയിലെ ലൗകിക സുഖഭോഗ ആസക്തി നിമിത്തം പലപ്പോഴും ആ യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിച്ച് ഈ ലോകത്തിൽ നമ്മൾ നിരന്തരം കാണും, ഇവിടെ തന്നെ കാണും. അതുകൊണ്ട് ആ ലക്ഷ്യത്തോടു കൂടി പലപ്പോഴും നമ്മൾ സത്യത്തെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. എന്നാൽ സർവേശ്വരൻ അനുവദിച്ചു തന്ന ഈ സമയത്തിനുള്ളിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സർവേശ്വരൻ്റെ മഹാത്മ്യത്തെ സ്വയം മനസ്സിലാക്കി ഭഗവാനുള്ള അർച്ചനയായി കാണുന്ന സമസ്ത ചരാചരത്തിനും ഉടയവനായ തമ്പുരാനെ അവിടുത്തെ മായാലീലകളിൽപ്പെട്ട് ചെയ്യാൻ പാടില്ലാത്ത നീയുള്ളവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ അടിയൻ്റെ അറിവിൻ്റെ കുറവാണ് എന്ന് കരുതി അടിയനോട് ക്ഷമിച്ചുകൊണ്ട് അവിടുത്തെ പദപത്മങ്ങളിലേക്ക് ഈ ഉള്ളവനെ ചേർത്തുകൊള്ളണമേ പരമ്പൊരുളേ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾക്കും ആ സർവേശ്വരനെ സമീപിക്കാം. അതുകൊണ്ട് യോഗിയാകണമെങ്കിൽ, ജ്ഞാനിയാകണമെങ്കിൽ കാഷായ വേഷം ധരിക്കണമെന്നോ കാശിയിലോ വാരണാസിയിലോ കേദാർനാഥിലോ ബദ്രീനാഥിലോ ഒക്കെ പോകണമെന്നോ എന്നൊന്നുമില്ല. അവനവൻ്റെ പ്രവൃത്തികളെ ഈശ്വര സമക്ഷം സമർപ്പിക്കൂ. ആ സർവേശ്വരൻ്റെ ഇച്ഛയായി കണ്ടുകൊണ്ട് സമസ്ത കർമ്മങ്ങളും ചെയ്യൂ. തീർച്ചയായും ഭഗവാൻ നമ്മെ ജ്ഞാനിയുടെ വിഭാഗത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ച് ആ ജ്ഞാനി ഏതൊന്നാണോ ആഗ്രഹിക്കുന്നത് അതിനെ നൽകുക തന്നെ ചെയ്യും. സാധാരണ രീതിയിൽ അഭീഷ്ടകാര്യ തൃപ്തിക്കായി പ്രാർത്ഥിക്കുന്നവർ അങ്ങനെ ചെയ്തുകൊള്ളുക. അവരെയും ഭഗവാൻ കൈവിടുകയില്ല. ഒന്നുറപ്പായി പറയാം, ഏതൊരു ഇച്ഛയോടുകൂടിയാണോ ഭഗവാനെ സമീപിക്കുന്നത് എന്ന് ആ സർവേശ്വരന് കൃത്യമായി തന്നെ അറിയാം. അതിനനുസരിച്ചിട്ടുള്ള ഫലം അണമുറിയാതെ അല്പം പോലും കുറയാതെ കൃത്യമായി ആ സർവേശ്വരൻ നൽകും. അതുകൊണ്ട് നമ്മൾ ഉയരണമോ താഴണമോ അതോ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ നിൽക്കണമോ എന്ന് തീരുമാനിച്ചുകൊണ്ട് ആ സർവേശ്വരൻ്റെ സമീപത്തിലേക്ക് നമ്മൾക്കും അടുക്കാം. സർവേശ്വര പദകമലത്തെ നമ്മൾക്കും ആശ്രയമായി കാണാം. സർവേശ്വരൻ ഏവർക്കും സർവദാ സർവ ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യട്ടെ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം.